ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെ ഒരുപാട് സ്കിൻ ടൈപ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈവൻ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ മേലെ സ്യൂട്ടബിൾ ഫോർ ഡ്രൈ സ്കിൻ, സ്യൂട്ടബിൾ ഫോർ കോമ്പിനേഷൻ സ്കിൻ എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് ഓരോ പ്രോഡക്ട്സിനും ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സ്കിൻ ടൈപ്പ് എന്നുള്ള കാര്യം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം? ഓരോ സ്കിൻ കെയർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ടെക്നീക്കാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകുക. കഴുകാൻ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഒരു സോപ്പ് ഫ്രീ ക്ലെൻസർ ആയിരിക്കണം. അപ്പം സോപ്പ് ഫ്രീ ക്ലെൻസർ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ മേലെ കാണാൻ പറ്റും. ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ്, അതിൻ്റെ മേലെ കൃത്യമായിട്ട് സോപ്പ് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് അതിൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. സോപ്പിൻ്റെ അംശം ഇല്ലാത്ത ക്ലെൻസർ വെച്ചിട്ട് മുഖം കഴുകുക. കഴുകി ഒരു 1.5 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ പ്രോഡക്ട്സോ അല്ലെങ്കിൽ ക്രീംസോ ഒന്നും നിങ്ങളുടെ ഫേസിലോ സ്കിന്നിലോ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ബ്ലോട്ടിംഗ് പേപ്പറോ ഈവൻ നിങ്ങളുടെ വിരൽ വെച്ച് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും ഓയിലി സ്കിൻ ആണെങ്കിൽ വല്ലാത്തൊരു എണ്ണമയം പോലെ നിങ്ങളുടെ ഫേസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഷൈനിനെസ്, ഒരു ഗ്രീസി ഫീലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് വല്ലാതെ സ്ട്രെച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഒരു വലിച്ചിലുള്ളത് പോലെ. ഈവൻ നിങ്ങളൊന്ന് വിരലോണ്ട് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈവൻ വെള്ളപ്പാട് വരുന്നത് പോലെ പോലും ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ ഈ എന്ന് പറഞ്ഞ T സോൺ എന്ന് പറയുന്ന, അതായത് നെറ്റിയിലും മൂക്കിൻ്റെ മുകളിലും മൂക്കിൻ്റെ 2 വശത്തും താടിയിലും മാത്രം ഓയിലിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അതായത് എണ്ണമയം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കവിളത്ത് 2 സൈഡിലും നോർമൽ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പം 2 തരം സ്കിന്നിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്, 2 സ്കിൻ ടൈപ്പിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് എന്ന് വിളിക്കാൻ കാരണം. പിന്നെ ഉള്ളത് നോർമൽ സ്കിന്നാണ്. നോർമൽ സ്കിന്നിന് ഈ പറഞ്ഞ പോലെ ഡ്രൈനെസ്സോ അല്ലെങ്കിൽ ഈ ഓയിലിനെസ്സോ രണ്ടും ഉണ്ടാവില്ല, നോർമലായിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. സെൻസിറ്റീവ് സ്കിന്നാണ് അടുത്ത സ്കിൻ ടൈപ്പ്. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലായി കാണും. കാരണം എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും എന്ത് അപ്ലൈ ചെയ്താലും നിങ്ങളുടെ സ്കിന്ന് പൊതുവേ റിയാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്കിന്നായിരിക്കും. അതായത് ചൊറിച്ചിൽ, ഈ റെഡ്നെസ്, ചുവക്കുക, സ്കിന്ന് ചുവക്കുക, പിന്നെ മുഖക്കുരു ഉണ്ടാവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്ന് കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചു. ലൈഫ് ലോങ് ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആക്ച്വലി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഒരു വർഷത്തിൽ തന്നെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ കുറച്ച് ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ കൂടുതലുള്ള ഒരു ക്ലൈമറ്റാണ് ഉള്ളത്. ഈ കേരളത്തിൽ നിന്ന് നമ്മളിപ്പോൾ ബാംഗ്ലൂർ പോലെ അല്ലെങ്കിൽ കുറച്ച് ഹൈ റേഞ്ച് സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന സ്കിൻ ടൈപ്പേ അല്ല അവിടെ എത്തിയപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. അതുപോലെ അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ, വേറെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം മരുന്ന് കഴിക്കുന്ന സമയത്ത് ഒരു സ്കിൻ ടൈപ്പും അത് നിർത്തിക്കഴിഞ്ഞാൽ വേറൊരു സ്കിൻ ടൈപ്പും കാണിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഹോർമോണൽ ഇംബാലൻസസ്, ഹോർമോണൽ പ്രശ്നങ്ങൾ ഒരു സ്കിന്നിനെ വല്ലാതെ ബാധിച്ചിട്ട് ഒരു തരം സ്കിൻ ടൈപ്പ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ വേറെ സ്കിൻ ടൈപ്പ് ആവാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അതായത് തൈറോയിഡ്, PCOD പോലത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മുഖക്കുരു പോലത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് പുറത്ത് പോകുന്ന ആളാണെങ്കിൽ, അതായത് പൊല്യൂഷൻ, ഡസ്റ്റ്, ഇതൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാതെ വെയിൽ കൊള്ളുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ അതും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തതായി നിങ്ങളുടെ സ്കിന്ന് വല്ലാതെ ഏജ് ചെയ്യുമ്പോൾ, അതായത് കുറച്ച് പ്രായമാവുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡ്രൈ,
കുറച്ച് സാഗി ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെയും എഫക്റ്റ് ചെയ്യും. ഈ സ്കിൻ ടൈപ്സ് ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന സ്കിൻ ടൈപ്പുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും അതിന് യോജിച്ച സ്കിൻ കെയർ റുട്ടീനും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.